ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങളൊക്കെ ഇവിടെ പോയി കിടക്കായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞല്ലോ, ഞാനിവിടെ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു. 1 and 2 എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തീർന്നു എന്ന് വിചാരിച്ചോ ക്ലാസ്സുകളൊക്കെ? 3rd and 4th മൊഡ്യൂളിൽ കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി നമുക്ക് പഠിച്ച് പരീക്ഷ എഴുതണ്ടേ? എന്നിട്ടല്ലേ ഫൈനൽ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും പരീക്ഷയുടെ ഹാങ് ഓവർ ഒക്കെ തീരട്ടെ, ഒരു ദിവസം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കാന്ന്. എല്ലാവരും വൈകിയില്ല? ലേറ്റ് ആയി പോയി, അതാ പറഞ്ഞേ ഞാനും. അപ്പൊ നമുക്ക് ഇനി അടുത്ത മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യണ്ടേ? അപ്പൊ കഴിഞ്ഞ മൊഡ്യൂളുകളിൽ നമുക്ക് വന്ന ഡിഫക്റ്റുകളൊക്കെ എന്താ പറയാ ഇല്ലാതാക്കി പുതിയ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാട്ടാ. അപ്പൊ നമ്മളുടെ പോരായ്മകൾ ചിലപ്പോ കുറച്ചൊക്കെ മനസ്സിലായി കാണും. എന്തൊക്കെയാണ് നമുക്ക് വന്നേക്കുന്ന ഡിഫക്റ്റ് എന്ന്. അതനുസരിച്ച് എനിക്ക് തോന്നുന്നു ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ എക്സാംസ് എഴുതിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. ആരും തന്നെ ഫെയിൽ ആയിട്ടും ഇല്ല. അതിലും വളരെ ഞങ്ങള് സന്തോഷം അവരാണ്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നല്ല ടോപ്പായിട്ടുള്ള മാർക്കുകൾ ലഭിച്ചവർക്ക്. അതുപോലെ തന്നെ ജാസ്മിൻ, പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ 55 മാർക്ക് വാങ്ങിച്ച തുഷാര. തുഷാരാണോ? അതെ. അപ്പൊ രണ്ടുപേർക്കും അപ്പൊ കൺഗ്രാജുലേഷൻസ്. പിന്നെ ഇനി അടുത്ത പരീക്ഷകളൊക്കെ നന്നായിട്ട് ഇതേപോലൊക്കെ തന്നെ എഴുതലട്ടാ. കുറച്ചുകൂടി നന്നായിട്ട് ഇംഗ്ലീഷിലാണ് നിങ്ങൾ കുറച്ച് ഗ്രാമർ വിചാരിക്കാത്ത ചില മിസ്റ്റേക്സ് ഒക്കെ വരും. അതൊക്കെ ഒന്നുകൂടി ഒന്ന് എന്താ പറയാ ഒന്നുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇംഗ്ലീഷ് ഒക്കെ ആകുമ്പോ കുറച്ചും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയൊക്കെ ഏതൊക്കെ ഓരോ കാര്യങ്ങൾ സെന്റൻസിനകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഒന്നുകൂടി തെറ്റുകളൊക്കെ തിരുത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മളുടെ ടോപ്പിക് വൈസ് ആകുമ്പോൾ നിങ്ങൾ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിൽ നിന്ന് മാർക്കുകൾ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മൊഡ്യൂൾ എടുക്കാണ്. സാധനം കാണാനില്ല ഇവിടെ. സ്ക്രോൾ ചെയ്യുന്ന സംഭവം എന്തോ നീങ്ങിക്കൊണ്ടല്ലോ. ടീച്ചർ ഏത് ചാപ്റ്റർ ആണ്? എന്തോ ഏത് ചാപ്റ്റർ ആണ് എടുക്കാം? നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 36th ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് നമ്മളുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ചാപ്റ്റർ ആണ് 35-36 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഒന്ന് ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതി വെക്കേണ്ട. ഞാൻ ഇതൊന്ന് കറക്റ്റ് ആക്കട്ടെ.
ഓക്കെ, അപ്പൊ ശരിയായി. അതെ, പെട്ടെന്ന് കറണ്ടും പോയി ഇവിടെ. നിങ്ങൾ വന്ന് ജോയിൻ ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴേക്കും കറണ്ടും പോയി. ഇവിടുത്തെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ റെഡിയായി. ഓക്കെ, അപ്പൊ നമ്മള് എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് മൊഡ്യൂളിലെ, അതായത് 3rd and 4th മൊഡ്യൂൾ ഇനി ഒരുമിച്ചാണ്. ഒരു 17 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതില് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താ ഹ്യൂമൻ റിസോഴ്സ്? ഹ്യൂമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, മനുഷ്യൻ തന്നെയാണ് അല്ലെ. നമുക്കറിയാം എവറി ഓർഗനൈസേഷൻ, നോട്ട് ഓൺലി ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് അല്ലെ. ഒരു എന്താ പറയാ, കേൾക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറയുന്നത്? ഹലോ, ഓക്കെ. അപ്പൊ കാണല് കുറവായിരിക്കും, ഇവിടെ വെട്ടമില്ല. എന്തായാലും ക്ലാസ്സസ് മസ്റ്റ് ഗോ ഓൺ. അതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇവിടെ കുറച്ച് സമയം പോയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇൻക്ലൂഡിങ് ഹോസ്പിറ്റൽസ്, ഓൾ ദ ഓർഗനൈസേഷൻസ് എയിം അറ്റ് ദെയർ പ്രോഫിറ്റ്. ഏത് ഓർഗനൈസേഷന്റെയും ലക്ഷ്യം, അവർക്ക് ഒരുപാട് ഗോൾസ് ഉണ്ട് അല്ലെ, എയിം ഉണ്ട്. എന്താണ്? മിക്ക എല്ലാ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷന്റെയും അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ടു മേക്ക് എ പ്രോഫിറ്റ് തന്നെയാണ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫോർ സെറ്റിംഗ് ദെയർ ഗോൾസ്, അവരുടെ ആ ഗോൾസ് ഒക്കെ അവർക്ക് സെറ്റ് ചെയ്ത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ദേ ഷുഡ് ഫോളോ സം റൂൾസ്, റെഗുലേഷൻസ് ഓർ സം പ്രൊസീജിയേഴ്സ് ഓർ ഗൈഡ് ലൈൻസ് അല്ലെ. അവർക്ക് കുറച്ച് ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർക്ക് ഫോളോ ചെയ്യേണ്ടി വരും. ആ സെറ്റ് ഓഫ് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഏത് ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളുടെ ഓർഗനൈസേഷൻസ് അവരവരുടേതായ എയിമുകൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ടു അറ്റൈൻ ദാറ്റ് പർട്ടിക്കുലർ ഗോൾ. എല്ലാവർക്കും അതിന്റെ ഗോൾസ് നേടിയെടുക്കുക എന്നുള്ളത് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ദാറ്റ് ദേ ക്യാൻ ഇൻക്രീസ് ദെയർ പ്രോഫിറ്റബിലിറ്റി. അപ്പൊ അത് ആ ഒരു ലക്ഷ്യത്തിലൂടെ അവർക്ക് അവരുടെ എന്താ പറയാ ലാഭം ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കും ഡെവലപ്മെന്റിനും അല്ലെ വെൽ എക്യുപ്ഡ് ആകാൻ, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആക്കി മാറ്റാനൊക്കെ പറ്റും. സോ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആ ഓർഗനൈസേഷൻ ഏത് രീതിയിലാണ് ക്യാരി ഓൺ ചെയ്യേണ്ടത്, അവരുടെ എയിം അവർക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം, ഏത് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം, എന്തൊക്കെ റൂൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് ദയർ ഓർഗനൈസേഷണൽ ഗോൾസ് അല്ലെ, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ഒരു ഓർഗനൈസേഷനിൽ there are many kinds of resources അല്ലെ, ഒത്തിരി റിസോഴ്സസ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ട്. ഓർഗനൈസേഷന്റെ എന്താ പറയാ റിസോഴ്സസിനെ 4 എംസിലാണ്, എമ്മുകൾ, എം അപ്പോസ്ട്രോഫിയസ് ആണ് കേട്ടോ, എംസ് ആയിട്ടാണ് എന്താ പറയാ റെപ്രസെന്റ് ചെയ്യുക. വിച്ച് ചാപ്റ്റർ പോയി ഇല്ലല്ല, ഉണ്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല.
ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, അപ്പൊ ഒരു ഓർഗനൈസേഷൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ട റിസോഴ്സസ് എന്ന് പറയുന്നത് ഈ 4 M ആണ്. 4 M's എന്നാണ് നമുക്ക് അതിനെ പറയാം. അത് എന്ന് പറയുന്നത് മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ എന്ന് പറയുന്നത്. ഇതിൽ മണി, മെറ്റീരിയൽ, മെഷീനറി ആർ റിഗാർഡഡ് ആസ് ഫിക്സഡ് അസെറ്റ്സ്. അതിനെയൊക്കെ ഫിക്സഡ് അസറ്റുകളായിട്ടും മെൻ അല്ലെങ്കിൽ മാൻ പവർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമനുമായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പൊ ഇതിന്റെ ഒക്കെ ഈ പറയുന്ന എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ബിസിനസ്സിന് അതിന്റെ ഓർഗനൈസേഷണൽ ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ മറക്കണ്ട, വിച്ച് ആർ ദ 4 റിസോഴ്സസ് ഓഫ് ഓർഗനൈസേഷൻ? ഏതൊക്കെയാണത്? മണി, മെറ്റീരിയൽ, മെഷീനറി, മാൻ. പറയും, എല്ലാവരും പറഞ്ഞു. മണി, മെറ്റീരിയൽ, മെഷീനറി. മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മെൻ എന്ന് പറയുന്നത്. അത് M ആക്കാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സസിനെ ഷോർട്ടാക്കി ഒന്ന് മെൻ എന്നാക്കിയേക്കുന്നത് കേട്ടോ. അത് തന്നെയാണ് ഈ ഹ്യൂമൻ റിസോഴ്സ്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അതിനകത്തെ, അതായത് ഈ 4 റിസോഴ്സസ് ഓഫ് നമ്മളുടെ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന മെന്നിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സി, we can say that any organization cannot attain or accomplish its goals without human efforts എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ എത്ര വലിയ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, വി കനോട്ട് അവോയ്ഡ് ഹ്യൂമൻ. ദാറ്റ് മീൻസ് മാൻ പവറിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. മെൻ ഇല്ലാണ്ട് ഒരു ഓർഗനൈസേഷൻ നമുക്ക് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഹ്യൂമൻ എഫേർട്ട് ഇല്ലാതെ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിൽ എല്ലാം ഉണ്ട്, പക്ഷെ ഒരു ഹ്യൂമൻ ബീയിങ്, അതാണ് ഒരു എന്താ പറയാ വീടിനെ വീടാക്കി മാറ്റുക അല്ലെ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ നമുക്ക് നിങ്ങളും ഞങ്ങളും, നിങ്ങൾ പഠിക്കാനായിട്ട് അവിടെ കയറിയിരിക്കുന്നു, ലാപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്, എന്താ പറയാ നോട്ട്സ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഫ് നോബഡി ഈസ് ദർ ടു എക്സ്പ്ലെയിൻ സം തിങ്സ് ടു യു, നിങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ ക്ലാസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിട്ടൺ. എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റും, പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനിലും ഹ്യൂമൻ എഫേർട്ട് ഇല്ലാതെ നമുക്ക് ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ആൻഡ് അതുകൊണ്ട് തന്നെ management of human component or manpower component is the most important. Pivotal means important ആയിട്ടുള്ള, and it is an important task. And we have to find or make sure that how well the organization is run by them. എല്ലാ ആളുകളും, അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സസ് എല്ലാവരും കൂടിയിട്ട് എത്രത്തോളം ഭംഗിയായിട്ടാണ് ഓർഗനൈസേഷന്റെ പല പല ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അത് എത്ര രീതിയിലാണ്, നല്ല രീതിയിലാണ് അവർ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ് മീൻസ് ഒരു മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ പവർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസിനെ, മാൻ പവറിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അല്ലെങ്കിൽ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സ് ആർ ഓൾ, നമുക്ക് ഇപ്പൊ ഒരു എന്താ പറയാ 2 ആൾക്കാരെ, നമ്മൾ ഏതെങ്കിലും 2 ആളുകളെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാം. ഏതെങ്കിലും 2 ആളുകൾ, ഒരു വീട്ടിലുള്ളവരായിക്കോട്ടെ, ഡിഫറെന്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ, ഒരു ക്ലാസ് റൂമിൽ 2 ആളുകൾ ഇരിക്കുകയാണ്. ബോത്ത് ഓഫ് ദം ഹാവ് സം സിമിലാരിറ്റീസ്. ചിലപ്പോൾ അവരിൽ ചില സാദൃശ്യങ്ങൾ ഉണ്ടായിരിക്കാം. ആൻഡ് മോർ ഓവർ ദാറ്റ്, അതിനേക്കാൾ കൂടുതൽ there will be some differences between them. അല്ലെ, മിക്കവരും തമ്മിൽ പല കാര്യങ്ങളിലും എന്തുണ്ട്, വ്യത്യസ്തതകളും ഉണ്ടായിരിക്കും. സിമിലാരിറ്റീസ് കുറച്ചെങ്ങാനും ഉണ്ടായിരിക്കാം, പക്ഷെ അതിനേക്കാളേറെ ഇരട്ടിയായിരിക്കും അവർ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോട്ട് ചെയ്താൽ അല്ലെ. നമ്മളിപ്പോ ചില ആളുകളെ കാണുമ്പോൾ അപ്പൊ നമുക്ക് പറയാം നോ 2 men are equal. ഒരിക്കലും 2 ആളുകളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ 2 പേരും എല്ലാ രീതിയിലും ഒരുപോലെയാണെന്ന് നമുക്ക് എന്താ പറയാ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും രീതിയിലൊക്കെ അവർ തമ്മിൽ എന്താ പറയാ ഡിസിമിലാരിറ്റീസ്, ദാറ്റ് മീൻസ് ഡിഫറൻസസ് ഉണ്ടായിരിക്കും എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോ നമുക്ക് ഒരു ഹ്യൂമൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ദർ ഇസ് നോട്ട്
നോട്ട് ഓൺലി വൺ മാൻ ഓർ വിമൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഒരാണോ ഒരു പെണ്ണോ മാത്രമായിരിക്കില്ല വർക്ക് ചെയ്യുക, ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഒരു ഹ്യൂമൻ റിസോഴ്സ്, അതായത് മനുഷ്യ സമ്പത്ത് വിഭവം, മനുഷ്യ വിഭവം എന്ന് പറയുന്നതിന്റെ കാരണം. അവിടെ ആസ് എ റിസൾട്ട് വി ഹാവ് ടു മാനേജ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജേഴ്സ് ടു ഫൈൻഡ് the behavior and performance of the human, those who are working in an organization or in their department. ഒരു ഓർഗനൈസേഷനില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റില് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ അവരെയും ഹ്യൂമൻ റിസോഴ്സസിനെ അവരുടെ സ്വഭാവങ്ങള്, അവരുടെ എന്താ പറയാ പെരുമാറ്റങ്ങള്, ബിഹേവിയർ അല്ലെ, പെർഫോമൻസുകൾ, അവര് പെരുമാറ്റം മീൻസ് പേഴ്സണൽ ആയിട്ടുള്ള പെരുമാറ്റം അല്ല, നമ്മുടെ ഒരു എന്താ പറയാ വർക്കിംഗ് ഓർഗനൈസേഷനിൽ ഹൗ ദേ ആർ ബിഹേവിംഗ് വിത്ത് അതേഴ്സ് അല്ലെങ്കിൽ കോ വർക്കേഴ്സ്, തന്റെ എന്താ പറയാ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് എങ്ങനെയാണ് അവര് മുന്നോട്ട് പോകുന്നത്, ആ ജോലിയിൽ അവരുമായിട്ട് എങ്ങനെ ഷെയർ ചെയ്തു പോകുന്നു, അവരോടൊപ്പം എങ്ങനെ ജോലി ഒത്തുചേർന്ന് പോകുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസുകളൊക്കെ വിലയിരുത്താനൊക്കെ വേണ്ടിയിട്ട് എന്താണ് മാനേജേഴ്സ് ശ്രദ്ധിക്കണം. സോ ദെയർ റെസ്പോൺസിബിലിറ്റി ആണ് ആരുടെ മാനേജേഴ്സിന്റെ എന്ത് ഹ്യൂമൻ പവർ, ഹ്യൂമൻ റിസോഴ്സസിനെ പരമാവധി ശ്രദ്ധിക്കുക, അവരുടെ ബിഹേവിയർ, അവരുടെ പെർഫോമൻസ് ഇൻ ദ ടാസ്ക് വിച്ച് ഇസ് ഗിവൺ ടു ദം, അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്കുകളൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതൊക്കെ പരിശോധിക്കുക, വിലയിരുത്തുക എന്നുള്ളത് മാനേജേഴ്സ് നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇപ്പൊ നമ്മള് ഒരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകാണ്, മാനേജ്മെന്റിനെ എന്താ പറയാ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് കുറെ ജോലിയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും. ഇനി അവരുടെ ഇഷ്ടം പോലെ എല്ലാം ചെയ്യട്ടെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പെർഫോമൻസുകളെ വിലയിരുത്തണം അല്ലെ. അത് ഇന്ന ആൾ ഇന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ചിലര് ആ രീതിയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി, നമ്മളുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി അവരോട് കൂടി ഷെയർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ വർക്കുകൾ ചെയ്യൂ, കംപ്ലീറ്റ് ചെയ്യൂ, അവരെ നോക്കി ചെയ്യൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും നിങ്ങൾ ചെയ്യുന്നത് പോലെ അവർക്കും കൂടി അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സോ ദാറ്റ് അത് എങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷനെ നമുക്ക് വെൽ ഡെവലപ്ഡ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ. അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവർ ഉദ്ദേശിച്ചിരിക്കുന്ന കുറെ ഗോൾസ് ഉണ്ട്, കുറെ ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങളെ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ വരുമ്പോൾ ഈ പെർഫോമൻസുകൾ നമ്മളുടെ മനുഷ്യന്മാരുടെ മനുഷ്യ സമ്പത്തിന്റെ പെർഫോമൻസും അവരുടെ ടാസ്കുകളും ഒക്കെ പരിശോധിക്കുക എന്നുള്ളത് മാനേജ്മെന്റ് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഓർഗനൈസേഷനിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യന്മാർ അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലികൾ എത്ര കൃത്യതയോടെ, അതായത് ആ ഹോസ്പിറ്റൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് മുഴുവൻ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനെ കുറിച്ചാണ്. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഓരോ ജോലിക്കാരും എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ മുതൽക്കൂട്ടാണ് അല്ലെ. അതിന്റെ ആ ഒരു എന്താ പറയുക സ്റ്റെബിലിറ്റിയും ഡെവലപ്മെന്റിനെയൊക്കെ ബാധിക്കുന്നതാണ് ഓരോരുത്തരെയും പ്രവർത്തനങ്ങൾ. ഞാൻ ഇത്ര കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട, ബാക്കിയുള്ളവർ അധ്വാനിക്കുന്നില്ല, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. നമ്മൾ വെൻ വി ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഈവൺ ഇഫ് ഇൻ ആൻ ഹോസ്പിറ്റൽ ആണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടേതായ കോൺട്രിബ്യൂഷൻസ് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് നല്ല രീതിയിൽ തന്നെ കൊടുക്കണം. വർക്ക് ക്യാൻ ബി ഡൺ ഇൻ എനിവേ അല്ലെ. ഒരു ജോലി നമുക്ക് തരുമ്പോൾ അത് ഏത് രീതിയിലും ചെയ്യാം അല്ലെ. ഭയങ്കരമായിട്ട് അധ്വാനിച്ചിട്ട് വേഗം തന്നെ അത് ഇടാപിടിയുന്ന കട്ടിയായിട്ടൊക്കെ എടുത്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ സ്മാർട്ടായിട്ട് നമുക്ക് ചെയ്യാം അല്ലെ. വളരെ ആക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് വളരെ ഹാപ്പി മൂഡിലൊക്കെ നമുക്ക് ഇരുന്ന് ഒരു ജോലി നമുക്ക് തരുന്നതൊക്കെ ചെയ്യാം അല്ലെ. നമ്മളെ അടിച്ചേൽപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ സ്വന്തം ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അതിനൊരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ബോത്ത് ഫ്രം ദ പാർട്ടി, ഫ്രം ദ എംപ്ലോയർ ആൻഡ് ദ എംപ്ലോയി അല്ലെ. എംപ്ലോയർക്കും അത് സാറ്റിസ്ഫൈഡ് ആകും, ചെയ്യുന്ന ആൾക്കും ജോലിക്കാരനും അത് സന്തോഷമാകും. അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ മൈൻഡ് രണ്ട് ഭാഗത്തൊന്നും കിട്ടി അത് നല്ല രീതിയിൽ പോകുമ്പോഴാണ് ഓർഗനൈസേഷൻ അതിൻ്റെതായ ഗോൾസ് അറ്റൈൻ ചെയ്യുക. ഓക്കെ, അപ്പോ they have to, അപ്പൊ managers have the responsibility to find or to manage the behavior and performance of the people. പക്ഷെ ഇവരുടെ മാത്രമാണോ, ആൻഡ് ഓൾസോ ദെയർ ഡിപ്പാർട്ട്മെന്റ്, അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും മനസ്സിലാക്കണം. നമ്മളുടെ ഓരോരുത്തരുടെ ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഹു ആർ വർക്കിംഗ്, ഒരു ഓർഗനൈസേഷനിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സും അവര് ആ ഓർഗനൈസേഷൻ ഗോൾസ് ലക്ഷ്യം വെക്കണം. എനിക്കും ഈ ഓർഗനൈസേഷൻ, ഞാനിപ്പോ ഇവിടെ ഈ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ എന്റെ പേഴ്സണൽ എന്താ പറയാ ഡെവലപ്മെന്റ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൂടി ഉദ്ദേശിക്കുന്നത് എന്റെ ഓർഗനൈസേഷൻ, ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷൻ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നതിലേക്ക് എന്റെ കോൺട്രിബ്യൂഷൻ എനിക്ക് എത്ര കൊടുക്കാൻ പറ്റും, അത് ഞാൻ മാക്സിമം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. സോ ഗ്രേറ്റർ വിൽ ബി ദ ഡിഗ്രി ഓഫ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വർക്ക്. നമ്മളുടെ ഓർഗനൈസേഷനിൽ ആ ഒരു കാര്യങ്ങൾ ഓരോരുത്തരും ആ രീതിയിൽ ചിന്തിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ മൊത്തത്തോടെ വളരും അല്ലെ.
അപ്പൊ ഹോസ്പിറ്റൽസിലും അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എന്താ പറയാ അതൊരു കുഞ്ഞു ഭാഗത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷന് വേണ്ടി ഉദ്ദേശിക്കുന്നത് മാത്രമല്ല കേട്ടോ. ഒത്തിരി ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട് ഹോസ്പിറ്റൽ കൂടാതെ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്നൊക്കെ എല്ലാം ബിസിനസ് മൈൻഡ് ആണ് എല്ലാവർക്കും. കാരണം എന്താ, ബിസിനസ് ആണ് ഇതൊക്കെ. പണ്ടൊക്കെ ഇതൊക്കെ ഒരു സേവന മേഖലയായിരുന്നു അല്ലെ, സർവീസ് സെക്ടർ ആയിരുന്നു നമ്മുടെ ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. ഇന്ന് പക്ഷെ കോമ്പറ്റീഷൻസ് ഇങ്ങനെ വളർന്നു വന്നപ്പോ ഒത്തിരി മത്സര ബുദ്ധിയോടെയാണ് ഇപ്പൊ എല്ലാവരും അല്ലെ. ഓരോ ഹോസ്പിറ്റൽസ് പരസ്പരം മത്സരിക്കുന്നു, സ്കൂളുകൾ പരസ്പരം മത്സരിക്കുന്നു അല്ലെ. പ്രൈവറ്റ് സ്കൂൾസ് ആണ് കൂടുതലും. പിന്നെ അതല്ലാതെ എന്താ പറയാ മറ്റ് ഏതെങ്കിലും തരം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് മുളച്ചു പൊങ്ങുന്നുണ്ട്, ഒത്തിരി കോഴ്സസ് ഓഫർ ചെയ്തുകൊണ്ട്. സോ അവർ തമ്മിൽ കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പൊ ഏത് ഓർഗനൈസേഷനും അതിന്റെ ഡെവലപ്മെന്റിന് തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, ഒരു റിസോഴ്സ് ആണ്, വിച്ച് ഈസ് ടു ബി മാനേജ്ഡ് വെൽ. എന്നാൽ ഈ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. ഏതെങ്കിലും രീതി നമ്മൾ മാനേജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തഴഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണോ അത് എങ്ങനെയെങ്കിലൊക്കെ ആയിപ്പോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം തീർച്ചയായിട്ടും ജോലിക്കാരോടൊപ്പം ഉഴപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. ഇഫ് നത്തിങ് ഈസ് അല്ലെങ്കിൽ നോബഡി നോട്ടീസസ്, നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻസ് കുറഞ്ഞു വരും. അപ്പോ ഈ ഓർഗനൈസേഷന്റെ ഗോൾസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർഗനൈസേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല, ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യില്ല. മാത്രമല്ല ദേ കനോട്ട് അറ്റൈൻ ദെയർ ഗോൾസ്, അവരുടേതായ ലക്ഷ്യങ്ങൾ അവർക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി ഹ്യൂമൻ റിസോഴ്സ് ഓർ പീപ്പിൾ എന്ന് പറയുന്നത് രണ്ടൊന്നും തന്നെയാണ്. ഹ്യൂമൻ റിസോഴ്സിനോ പീപ്പിളിനോ മാൻ പവറിനോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആർ ദ മേജർ കമ്പോണന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. നമുക്കറിയാം അതിനെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഒരു ഓർഗനൈസേഷന്റെ. ഹ്യൂമൻ റിസോഴ്സസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ദ ഹ്യൂമൻ റിസോഴ്സ് വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ ദ സക്സസ് ഓഫ് എനി ഓർഗനൈസേഷൻ. ഏതൊരു ഓർഗനൈസേഷന്റെയും നേട്ടത്തിന്റെ പിന്നില് ഈ പറയുന്ന ഹ്യൂമൻ എഫേർട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടായേ തീരും. ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. നമുക്ക് പറയില്ലേ, ഇപ്പൊ ഒത്തിരി നമ്മുടെ ജോലികളുടെ ഭാരം കുറയ്ക്കാനായിട്ട് ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒത്തിരി ജോലി ഭാരം കുറയ്ക്കാനായിട്ട് നമ്മുടെ വീടുകളിൽ കുറെ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഇല്ലേ? ഉപയോഗിക്കുന്നില്ലേ? എക്സാമ്പിൾ പറയാമോ? നമ്മുടെ വീടുകളിൽ നമ്മളുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസിന് കുറച്ച് എക്സാമ്പിൾസ് പറയാമോ? നിങ്ങൾ ഉറങ്ങാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. വാഷിംഗ് മെഷീൻ, വാഷിംഗ് മെഷീൻ ഉണ്ട്, മിക്സി ഗ്രൈൻഡർ, പിന്നെ നമ്മള് സാധാരണ ഡെയിലി യൂസിൽ നമുക്ക് ഇതൊക്കെയാണ് ആവശ്യം അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ടൊക്കെ ഇങ്ങനെ അരച്ചിരുന്നു, ഒത്തിരി കഷ്ടപ്പാടാണ് അരയ്ക്കണം അല്ലെ. നമ്മളുടെ ശക്തി എത്രത്തോളം ഉണ്ടായിരുന്നാലും ആ സാധനം അത്രയ്ക്ക് ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് സോഫ്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ സാധനത്തെ കിട്ടുള്ളൂ. അപ്പൊ ചിലർക്ക് അത്ര ആരോഗ്യം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അരയ്ക്കുന്നത് എന്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ പരിപുരുവെന്നൊക്കെ കിടക്കും അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ വാഷിംഗ് മെഷീൻ, നമ്മളുടെ തുണികളൊക്കെ ഡ്രസ്സൊക്കെ എന്താ പറയാ വാഷ് ചെയ്ത് ഇപ്പൊ അത് അയൺ ചെയ്ത് പോലും വരുന്ന രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള വാഷിംഗ് മെഷീൻസ് നമ്മുടെ ജോലി ഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അല്ലെ. അപ്പൊ ജോലി ഭാരം ഇങ്ങനെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ് അല്ലെ. എത്രത്തോളം ജോലി ഭാരം കുറയ്ക്കാനുള്ള പുതിയ മെഷീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിലും ടു ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മെഷീൻസ്, അത്തരം മെഷീൻസിനെ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യിക്കണമെങ്കിൽ there should be a man or woman behind it to operate. അതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ട ഒരാൾ തീർച്ചയായിട്ടും വേണം. സ്വിച്ച് അറ്റ്ലീസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ എന്തെങ്കിലും സാധനങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്തു കൊടുക്കണം, അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. മിക്സിയോട് ഇരുന്നിട്ട് ഇപ്പൊ വരുന്നുണ്ട് കൂടുതലും അത് ചില സാധനത്തിലൊക്കെ. എന്തായാലും അവിടെയും ഓൺ ചെയ്യണം, AC-യുടെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അലക്സ പറയും അല്ലെ, ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യും. നമ്മുടെ എന്താ പറയാ നമ്മുടെ സംസാരത്തിന്റെ ആ ഒരു ഇതില് അവിടെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ കൂടുതൽ ഇനി പോകെ അടുത്തടുത്ത ഏതെങ്കിലുമൊക്കെ ജനറേഷൻസിലേക്ക് ആ രീതിയിലായി മാറും. അതായത് മനുഷ്യന്മാർക്ക് ഒന്നും ചെയ്യേണ്ടാത്ത അവസ്ഥ. പക്ഷെ ഓർക്കുക, ഇതെല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരുടെ ബുദ്ധിയാ? ശരിക്കും അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ആരാ? മെഷീൻസ് തന്നെയൊന്നും ഉണ്ടായതല്ല, അത് മനുഷ്യന്റെ തിങ്കിങ് പവറാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ കഴിവ് കൊണ്ടാണ് ഇത്തരം സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. സോ ഹ്യൂമൻ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും അബവ് ഈച്ച് ആൻഡ് എവറി
ഇത്തരത്തിലുള്ള വലിയ വലിയ എക്യുപ്മെന്റ്സും ഡെവലപ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും ബിയോണ്ട് ഹ്യൂമൻ ബ്രെയിൻ അതിനേക്കാൾ വലിയ അധികം ഒന്നും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് അല്ലെ. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ഒക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വിച്ച് ഈസ് എ മെഷീൻ വിച്ച് ഈസ് നോട്ട് ഹാവിംഗ് എനി ഐക്യു ഇല്ലാത്ത ഒരു മെഷീൻ ആണ്, ഒരു വിഡ്ഢി എന്താ പറയാ പെട്ടി എന്നൊക്കെ നമ്മൾ ആദ്യമേയൊക്കെ പറഞ്ഞിരുന്നു. കാരണം മണ്ടനാണ്, സ്വന്തമായിട്ട് അതിന് എന്താ പറയാ ഇന്റലിജൻസ് ഇല്ല. ഐക്യു ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് പവർ കുറവാണ്. ദാറ്റ് മീൻസ് ഇപ്പൊ ഒരു വഴി റോഡിലൂടെ നടക്കുമ്പോ നമ്മൾ എന്താ പറയാ റോഡിന്റെ സൈഡിൽ കൂടിയൊക്കെ നടക്കും, വണ്ടി ഒന്നും വന്ന് ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് റോഡിന്റെ നടുവിൽ കൂടി നടന്നാൽ പോലും ഇഫ് യു ആർ ഹിയറിംഗ് എനി ഹോൺ ഓർ ബസിന്റെ സൗണ്ട് ഒക്കെ നമ്മൾ വണ്ടിയുടെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ സൈഡിലേക്ക് ഒതുങ്ങി കൊടുക്കും. ദാറ്റ് മീൻസ് നമ്മളുടെ യാത്രയും അവരുടെ യാത്രയും നമ്മൾ തടസ്സപ്പെടുത്താതെ മാറി എന്താ പറയാ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാറാനായിട്ട് നമുക്ക് തോന്നിയത്? നമ്മളുടെ ഇന്റലിജൻസ് ആണ്, നമുക്ക് സ്വന്തമായിട്ട് അത് തോന്നി മാറിക്കൊടുത്താലേ എനിക്കും അപകടം പറ്റാതെ മറ്റേ വണ്ടിക്കാർക്കും തടസ്സമില്ലാതെ പോകാൻ പറ്റുള്ളൂ. ഇന്റലിജൻസ് ഇല്ല, ഐക്യു ഇല്ലാത്ത ഒരാളാണെങ്കിൽ, ഐക്യു കുറവുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലെ, ജന്മനാ തന്നെ അതില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കത് അറിയില്ല. സോ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം അവരെ മാറ്റാനായിട്ട്. കാരണം എന്താ, അവരുടെ ബ്രെയിനിലേക്ക് ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നില്ല. എന്ത്, ബസ് വരുന്നു, വണ്ടി വരുന്നു, നമ്മളെ ഇടിച്ചിട്ടിട്ട് പോകും, സോ യു ഹാവ് ടു മൂവ് ടു എ സൈഡ്, ഇനി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറണം എന്നുള്ള ആ ചിന്തിക്കാനുള്ള കഴിവ് അവർക്കില്ല. അതുപോലത്തെ ഒരു സാധനമാണ് നമ്മുടെ എന്ത് ഈ കമ്പ്യൂട്ടർ. നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻസ് ആണോ കൊടുക്കുന്നത്, അക്കോർഡിംഗ് ടു അവർ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടർ വിൽ ഓപ്പറേറ്റ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവില്ല. ഇപ്പൊ നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യാനുള്ള ആ ഒരു വഴി അതിന് പറഞ്ഞു കൊടുക്കണം, എന്നാലേ അത് ആഡ് ചെയ്യുള്ളൂ. അപ്പൊ അതിനുള്ള പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു അഡീഷൻ പ്രോസസ്സിലേക്ക് എന്ത് കമ്പ്യൂട്ടർ നീങ്ങുള്ളൂ. അതിനകത്ത് അരിത്മെറ്റിക്, ലോജിക്, യൂണിറ്റ് എല്ലാ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പൊ ഹ്യൂമൻ പവർ എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ ഒരു ഓർഗനൈസേഷന് വേണ്ട ഒരു കമ്പോണന്റ് ആണ്. സോ എനി ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത് എന്താ പറയാ ഹ്യൂമൻ പവർ തന്നെയാണ്, ഹ്യൂമൻ റിസോഴ്സസ് തന്നെയാണ്. കാരണം എന്താണ്, മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷണൽ സെറ്റിംഗ്സ് ആർ ഹ്യൂമൻ ആൻഡ് സോഷ്യൽ എന്ന് പറയുന്നത്. അതായത് ഫിസിക്കൽ ആയിട്ടുള്ളതും ടെക്നിക്കൽ ആയിട്ടുള്ളതും ഇക്കണോമിക് പരമായിട്ടുള്ളതായിട്ടുള്ള എല്ലാ സെറ്റിംഗ്സും ഹ്യൂമൻ ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓർഗനൈസേഷനിൽ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ അതിനാണ് ഇത് പറഞ്ഞു വന്നത്. ഇതെല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചത് ആരാ? ഹ്യൂമൻ ആണ്. സോ ഇൻ ഓർഡർ ടു ഓപ്പറേറ്റ് പർട്ടിക്കുലർ മെഷീൻസ് ഓർ ടെക്നിക്സ്, ഈ പറയുന്ന ടെക്നോളജികൾ അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഹ്യൂമൻ പവർ തന്നെ വേണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹ്യൂമൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. എന്താ പറയാ ഒരു ഓർഗനൈസേഷന്റെ കമ്പോണൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം. ഇനി നമുക്ക് എന്താ പറയാ ഇൻ ആൻ ഓർഗനൈസേഷൻ ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ വർക്കിംഗ് ടുഗദർ അല്ലെ. ഒരു ഓർഗനൈസേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഒരുമിച്ച് അല്ലെ. ചെറുതും വലുതുമായിട്ടുള്ള ഓർഗനൈസേഷന്റെ ആ ഒരു എന്താ പറയാ വലിപ്പം അനുസരിച്ച്, സൈസ് അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് ആളുകൾ മാത്രം വർക്ക് ചെയ്യുന്നവരുണ്ടാകാം, ചിലപ്പോൾ കൂടുതൽ ആളുകൾ, നമ്പർ ഓഫ് പേഴ്സൺസ് കൂടുതലുള്ള ഓർഗനൈസേഷൻസും ഒക്കെ ഉണ്ടാകാം. ബട്ട് ഓൾ ദേ ആർ അവരുടെ ബിഹേവിയർ പാറ്റേൺസ് വിൽ നോട്ട് ബി സെയിം അല്ലെ. അവരുടെ ഒരു എന്താ പറയാ പെരുമാറ്റ രീതികൾ എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ ആകണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു അതിനകത്ത് മേ ബി സം സിമിലാരിറ്റീസ്, എന്തെങ്കിലും തരത്തിലുള്ള സാമ്യതകൾ ഉണ്ടാകാം, സാമ്യങ്ങൾ ഉണ്ടാകാം അവരുടെ സ്വഭാവ രീതികളിലും പെരുമാറ്റ രീതികളിലും ക്യാരക്ടറിസ്റ്റിക്സിലും സ്വഭാവ വിശേഷതകളിലും ഒക്കെ ഉണ്ടാകാം. ആൻഡ് ഓൾസോ ദർ വിൽ ബി സം ഡിഗ്രി ഓഫ് ചേഞ്ചസ്. എന്നാൽ അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ അവരുടെ ബിഹേവിയേഴ്സിൽ നമുക്ക് വ്യത്യസ്തതകളും കാണാൻ സാധിക്കും, ഡിഫറൻസും കാണാൻ സാധിക്കും. അപ്പൊ ഇത് എന്റെ പോലത്തെ തന്നെ സ്വഭാവം, ഇന്നത് എന്റെ പോലത്തെ തന്നെ സ്വഭാവം. ഇപ്പൊ നമ്മളെ വീടുകളിലൊക്കെ മക്കളെയൊക്കെ കമ്പയർ ചെയ്യാം, അമ്മയുടെ പോലത്തെ സ്വഭാവമാണ്, അച്ഛന്റെ പോലത്തെ സ്വഭാവമാണ്, പക്ഷെ രൂപത്തിൽ അമ്മയുടെ പോലെയല്ല അല്ലെങ്കിൽ അച്ഛന്റെ പോലെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്തു. എന്ന് വെച്ചാൽ പല കാര്യങ്ങളിലും സിമിലാരിറ്റീസ് ഉണ്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ദർ ആർ സം ഡിഫറൻസസ്. എന്തുകൊണ്ട്? വ്യത്യസ്തതകളും ഉണ്ട്. അപ്പൊ ഈ വ്യത്യസ്തതകളും അല്ലെങ്കിൽ സിമിലാരിറ്റീസും ഉള്ള ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ആളുകളെ ഷുഡ് ബി മാനേജ്ഡ് പ്രോപ്പർലി. ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. എങ്ങനെ മാനേജ് ചെയ്യുന്ന പറയണേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീടുകളിൽ നമ്മൾ 1-2 കുട്ടികൾ നമുക്കൊക്കെ ഉള്ളു. അപ്പൊ കുട്ടികളെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങളൊക്കെ എങ്ങനെ മനുഷ്യൻ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകും? ഒരെണ്ണം ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണതാണ്, ഓരോരുത്തരുടെ സ്വഭാവം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാണ്. നമ്മൾ വിചാരിക്കുക നമ്മുടെ ഒരു വീട്ടിലെ ചെറിയ കുട്ടികളെ പോലും നമുക്ക് 2 പേരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല.
സോ അപ്പൊ നമ്മൾ വിചാരിക്കണം ഇതുങ്ങളൊക്കെ തള്ളി എങ്ങോട്ടേക്ക് വിടും നമ്മള് സ്കൂളിലോട്ട് വിടും അല്ലെ. വീട്ടിലെ ശല്യം വിദ്യാലയത്തിലേക്കെന്ന് പറഞ്ഞ 2 മാസമൊക്കെ ഇരുന്നപ്പോ തന്നെ നമ്മളുടെ സൗകര്യമൊക്കെ കെടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കണം, ഇവര് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ പോകണം, അങ്ങനെയൊക്കെ ഒത്തിരി നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. കുറെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കാം, ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര സഹിക്കിടും. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നാൽ മതി, പോയാൽ മതി എന്നാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്നതെല്ലാം കൂടി ഒരു സ്ഥലത്ത് എന്താ പറയാ എല്ലാം കൂടി കളക്ട് ചെയ്യപ്പെടുമ്പോൾ ഒരു ക്ലാസ്സിനകത്ത് എബൌട്ട് 40-50 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ്സില് എല്ലാം കൂടെയും എങ്ങനെ ഒരാൾ മാനേജ് ചെയ്യാമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. സോ ഹൗ വിൽ, ഇതൊക്കെ ചെറുതാണ്, ഹൗ വിൽ ബി മാനേജ് സം ഗ്രോൺ അപ്പ് പേഴ്സൺസ്? ഈ അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രായപൂർത്തിയായ പേഴ്സൺസിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും ഇത് മാനേജ് ചെയ്യേണ്ടത് ഓരോ ഓർഗനൈസേഷൻസിലെയും മാനേജേഴ്സിന്റെ, അതായത് ഇവരെ മാനേജ് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്ന HR എന്നാണ് അതിന് ഷോർട്ട്. ഇപ്പൊ HR എന്ന് പറയുന്നത് കോഴ്സായിട്ട് എടുത്ത് പഠിക്കുന്നുണ്ട്. പല ഓർഗനൈസേഷനിലും HR വർക്ക് ചെയ്യുന്നത് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാനാണ്. അതൊരു കോഴ്സായിട്ട് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് പോലെ തന്നെ HR എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അതെന്താണ്, ഏതെങ്കിലുമൊക്കെ ഓർഗനൈസേഷനിൽ ഇതുപോലെ HR ആയിട്ട് കയറി കഴിഞ്ഞാൽ ദേ ക്യാൻ ഹാൻഡിൽ ഹൗ, അവര് എഫിഷ്യന്റ് ആയിരിക്കും. ആ ഒരു കോഴ്സ് പറഞ്ഞ് പഠിച്ചൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ, നിങ്ങളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സ്കിൽഫുൾ ആകുക അല്ലെങ്കിൽ എഫിഷ്യന്റ് ആകുക? ഒരു ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റലിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം, അതായത് അവിടെ ചികിത്സ വേണ്ട, ചികിത്സിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ നഴ്സിംഗ് ചെയ്യുന്ന കാര്യത്തിലോ ഒന്നുമല്ല, അല്ലാതെ ഓവറോൾ ഒരു ഹോസ്പിറ്റൽ എങ്ങനെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ എങ്ങനെ നേടിയെടുക്കുന്നു ആ അറിവ് എന്നുള്ളത് പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലും നമുക്ക് ഓരോ ഓർഗനൈസേഷനിലും അതിനും ആളുകൾ ആവശ്യമുണ്ട്. അപ്പൊ അതായത് മാൻ പവറിനെ, അവിടെയുള്ള മാൻ പവറിന് എങ്ങനെ നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്യാം, പേഴ്സണലി, മെന്റലി, അവരുടെ എന്താ പറയാ പ്രൊഫഷണലി എങ്ങനെ നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ജോലി കാര്യത്തില് ജോലി സംബന്ധമായ രീതിയിൽ അവരെ ഡെവലപ്ഡ് ആക്കണം, അവർക്ക് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള രീതിയിൽ അവരെ ഡെവലപ്ഡ് ആക്കണം, മെന്റലി അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ജോലിയിൽ അവർ സാറ്റിസ്ഫാക്ഷനോടുകൂടി ആ ജോലി ചെയ്യണം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെ നമുക്ക് അവരിൽ നിന്ന് നേടിയെടുക്കാം, എന്നിട്ട് അവരെങ്ങനെ സ്ട്രോങ് ആക്കി മാറ്റാം എന്നുള്ളത് മാനേജ് ചെയ്യുന്നതാണ് നമ്മളിവിടെ പറയുന്നത് കൂടുതലും. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓരോരുത്തരെയും മാനേജ് ചെയ്യുക, അവരുടെ ബിഹേവിയേഴ്സ് അനുസരിച്ച് ഡിഫറെന്റ് ബിഹേവിയർ ഉള്ള, ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, ചില കാര്യങ്ങളിൽ എന്നാൽ സിമിലാരിറ്റി ഉള്ള ഇത്തരം ആളുകളെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഓരോ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ചില ഇൻഹെറിറ്റൻസ് ആയിട്ട് നമുക്ക് ചില പരമ്പരാഗതമായിട്ടൊക്കെ ചില രീതിയിൽ നമുക്ക് എന്താ പറയാ ഒരുപാട് ഒരാളിൽ നിന്ന് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് ലഭിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. പരമ്പരാഗതമായിട്ട് നമ്മൾ കൈമാറി കിട്ടിയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല we have obtained from our environment. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ നേടിയെടുത്ത, ചില ചുറ്റുപാടിലെ ഇന്ററാക്ഷൻസിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത കുറെ ബിഹേവിയേഴ്സ് ഉണ്ട്. ചിലതൊക്കെ നമ്മളുടെ ഇപ്പൊ പറയില്ലേ അച്ഛന്റെ സ്വഭാവം അമ്മയുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ നമുക്ക് കിട്ടുന്നതുണ്ട്, ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടുന്നതുണ്ട്. അതോടൊപ്പം തന്നെ ചിലതൊക്കെ നമുക്ക് എന്താണ്, നമ്മൾ ഏത് സിറ്റുവേഷൻസിൽ ഏത് എൻവയോൺമെന്റിലായിരിക്കുന്നോ അവിടെ നിന്ന് കിട്ടുന്ന നമ്മളുടെ ആ ഒരു ഇന്ററാക്ഷൻസിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ചില ബിഹേവിയേഴ്സ് ഉണ്ട്. ഓക്കെ, ചില സ്വഭാവം പുറത്തുനിന്ന് കിട്ടുന്നതാണെന്ന് അത്രേ ഉള്ളൂ. പുറത്തെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ ആരുമായിട്ടൊക്കെ ഇടപഴകുന്നു, അവിടെ നിന്ന് കിട്ടുന്ന ബിഹേവിയേഴ്സും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ബിഹേവിയേഴ്സും വിച്ച് ആർ ഇൻഹെറിറ്റഡ് either or which are obtained from the interactions with the environment, all are to be managed. ഇതെല്ലാം തന്നെ മാനേജ് ചെയ്യുന്ന മനുഷ്യന്റെ ഈ സ്വഭാവ രീതികളൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ we can see that the people from different situations are coming to a workplace and join together to do a particular work. അല്ലെ, ആളുകളൊക്കെ പല പല മേഖലകളിൽ നിന്ന്, പല പല ചുറ്റുപാടുകളിൽ നിന്ന്, പല പല അന്തരീക്ഷങ്ങളിൽ നിന്ന് അല്ലെ ആണ് ഈ പറയുന്ന വർക്കിംഗ് ഓർഗനൈസേഷൻസിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഞാനും അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്, ടെലികോളേഴ്സും ടീച്ചേഴ്സും അല്ലെങ്കിൽ മറ്റുള്ളവരും ടെക്നിക്കൽ ടീമിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒത്തിരി ഉണ്ട്. ആൻഡ് വി ആർ ഓൾ കമ്മിങ് ഫ്രം ഡിഫറെന്റ് സിറ്റുവേഷൻസ്, ഡിഫറെന്റ് ഹൗസസ് അല്ലെ. വ്യത്യസ്തരായിട്ടുള്ള അച്ഛനമ്മമാരുടെ മക്കളായിട്ട് പല പല സിറ്റുവേഷൻസിൽ നിന്ന്, പല പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് എത്തപ്പെട്ടവരാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ. അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷൻ എടുത്താലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇവിടേക്ക് വർക്ക് പ്ലേസിൽ വരുമ്പോൾ വി ഹാവ് സം മോട്ടീവ്. എന്താണ് നമ്മളുടെയൊക്കെ ലക്ഷ്യം? എന്താണ് ഇങ്ങോട്ട് വരുമ്പോൾ? എല്ലാവരും പല പല സ്ഥലത്തു നിന്നാണ് വരുന്നതെങ്കിലും വി ഹാവ് സം മോട്ടീവ്സ്. നമുക്ക് കുറച്ച് നമ്മളുടെ മനസ്സിലെ ചില ആഗ്രഹങ്ങൾ, നമ്മളുടെ ചില എന്താ പറയാ, നമ്മൾക്ക് ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യമായിരിക്കാം? ടു ഏൺ സം മണി. എന്താണ്?
ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതെ, ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു കുറച്ച് പൈസയും കൂടി ആവശ്യമുണ്ട്, നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ കുറച്ച് കാശിന് ആവശ്യമുണ്ട്, ആ ഒരു ലക്ഷ്യപ്രാപ്തിക്കായിരിക്കാം. പിന്നെ എന്താണ്, ടു ഗെറ്റ് ആൻ എംപ്ലോയ്മെന്റ്, ഒരു ജോലി വാങ്ങുക എന്നുള്ളത്. ചിലർക്ക് കാശിനേക്കാൾ പ്രാധാന്യം എന്താണ് പറയാ, എനിക്കൊരു ജോലി വേണം, ദിവസം എനിക്ക് ഇങ്ങനെ അടച്ചുമൂടി എവിടെയെങ്കിലും മുറിയിൽ ഇറങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല, ഐ ഹാവ് ടു ബി എംപ്ലോയ്ഡ് സംവർ, എനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടണം. ചിലപ്പോൾ ഇത് രണ്ടും കൂടി ആഗ്രഹിച്ചു വരുന്നവരായിരിക്കാം. പിന്നെന്താണ്, ടു ഹാവ് ബെറ്റർ പ്രോസ്പെക്ട്സ് ഇൻ ഫ്യൂച്ചർ, പിന്നെന്താണ്, നമുക്കൊരു നല്ല ഭാവി, സുരക്ഷിതമായ ഒരു ഭാവി ഉണ്ടാകണം എന്ന് ലക്ഷ്യം വെച്ച് വരുന്നവരായിരിക്കാം. പിന്നെന്താണ്, ടു സെൽ ലേബർ ഫോർ എ റീസണബിൾ വേജ്, എന്റെ കഴിവുകള് അത് ഒരു എന്താ പറയാ ഒരു സേവനമായി മറ്റുള്ളവർക്ക് കൊടുത്ത് എനിക്ക് അതിൽ നിന്ന് ഒരു ഏർണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വരുന്നവരായിരിക്കാം. എല്ലാവരും ഡിഫറെന്റ് കാര്യങ്ങൾ ഉദ്ദേശത്തോടു കൂടി വരുന്നവരാണ്. ചിലവർക്ക് എല്ലാം ഒരുമിച്ച് ഇതെല്ലാം തന്നെ വേണം എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്നവരുണ്ട്. അപ്പൊ എല്ലാവരും വർക്ക് പ്ലേസിൽ ജോയിൻ ചെയ്യുന്നത് ഈ ഓരോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് പ്ലേസിൽ ഹ്യൂമൻ റിസോഴ്സസ് എന്താ പറയാ കളക്ട് ചെയ്യപ്പെടുന്നത്? ഇതിന് വേണ്ടിയിട്ടാണ്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം? അപ്പൊ ഓർത്ത് വെച്ചേക്കാം ഓരോ പോയിന്റ്. എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാ? പറയും. What are the purpose of people coming to a workplace? Money. To earn money. Get employment. To get employment. To have better prospects in to have better prospects in future. അതായത് ഭാവി സുരക്ഷിതമാക്കാം, നല്ലൊരു ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി. പിന്നെ ആരോട് പറയുന്നത്, ടു ബി ട്രീറ്റഡ് ആസ് എ ഹ്യൂമൻ ബീങ്. അതായത് നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മളെ എന്തായിട്ട് കണക്കാക്കണം? ഹ്യൂമൻ ബീങ് ആയിട്ട്. അതായത് നമുക്ക് ജോലി തരുമ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ തരുന്ന ഒരു പരിഗണന അതൊരു ഹ്യൂമൻ ബീങ്ങിനോട് എന്നതുപോലെ തന്നെ പരിഗണിക്കപ്പെടണം. ചിലയിടത്തൊക്കെ എന്താ പറയാ മനുഷ്യന്മാർക്ക് ഒരുപാട് ജോലികൾ, മാടിനെ പോലെ പണിയെടുപ്പിക്കാന്നൊക്കെ നമ്മൾ എവിടേക്കോ വായിച്ചു കേട്ടിട്ടുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങള്, പട്ടിയെ പോലെ പണിയെടുപ്പിക്കുക, ആടിനെ പോലെ പണിയെടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ അവരെ ഹ്യൂമൻ ബീങ്ങിന് അവർ കൊടുക്കുന്ന ജോലി അവര് തൃപ്തിയോടെ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ കൂടി ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട സമയങ്ങളിൽ അവർക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഇടയ്ക്ക് എന്താ പറയാ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ഒരു ചായയും സ്നാക്സ് ഒക്കെ കൊടുക്കാൻ, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ മോട്ടിവേഷൻസിന് വേണ്ടി അവർക്ക് ചില എന്റർടൈൻമെന്റ് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ, എല്ലാ ദിവസവും ഇല്ലാട്ടോ, ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അതൊക്കെ ഒരു ബൂസ്റ്റിംഗ് അപ്പ് ആണ്. എന്തിന്? ഹ്യൂമൻ പവർ പെട്ടെന്ന് ഈ എന്താ പറയാ നമ്മളൊക്കെ മനുഷ്യരൊക്കെ പെട്ടെന്ന് ഫാറ്റിഗ് ആകുന്ന ആൾക്കാരാണ്. ഫാറ്റിഗ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീണിക്കുക, അതായത് ബോറടിക്കുക, ക്ഷീണിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മള് വർക്ക് ലോഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടും. പക്ഷെ ആ ഒരു ക്ഷീണം വരുത്താതിരിക്കാനുള്ള ചില മാർഗങ്ങൾ ഓർഗനൈസേഷൻസിൽ ഉണ്ടാക്കാൻ സാധിക്കും. സോ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ദേ ഹാവ് ടു ബി ട്രീറ്റഡ് ആസ് എ ഹ്യൂമൻ ബീങ് ആയിട്ട് തന്നെ ഓരോ ഓർഗനൈസേഷനിലും ഓരോ ആളുകളെയും ട്രീറ്റ് ചെയ്യണം. അവരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ മാത്രമല്ല, തുമ്പയുടെ സ്വഭാവം ഉണ്ടാക്കരുത്. ഇങ്ങോട്ടും അവരിൽ നിന്ന് എന്താ പരമാവധി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാം. പക്ഷെ അവർക്കായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് പരമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ പാടില്ല. അത് ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കണം ഈ പറയുന്ന പോലെ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മളൊരു ഓർഗനൈസേഷനിൽ എന്താ പറയാ കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് പീപ്പിൾ, മനുഷ്യന്മാരും അവിടെ എത്തുന്നത് ഈ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടും എന്ന ഉദ്ദേശത്തിലും കൂടി തന്നെയാണ്. ഞാൻ അവിടെ ചെന്നാൽ എനിക്കൊരു ജോലിയായി, എനിക്കൊരു ഇൻകം ആയി, അല്ലെ എന്റെ ഒരു ഭാവി എനിക്ക് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആക്കാം. പിന്നെ മാത്രമല്ല എന്നെ അവിടെ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് തന്നെ മറ്റുള്ളവരെ പോലെ കൺസിഡർ ചെയ്യും എന്ന ഒത്തിരി ആഗ്രഹങ്ങളുമായിട്ടാണ് മനുഷ്യന്മാർ ജോലിക്കായിട്ട് ഓരോ സ്ഥലങ്ങളിലും പോകുന്നത്. The people who are coming to our organization, they sell their എന്താ പറയാ സർവീസ്, അവരുടെ സേവനം അവർ വിൽക്കുകയാണ് ചെയ്യുന്നത് ഫോർ എ റീസണബിൾ സാലറി ഓർ വേജ്. അവരുടേതായ ഒരു എന്താ പറയാ നിശ്ചിത ശമ്പളത്തിനോ അല്ലെങ്കിൽ കൂലിക്കോ വേണ്ടിയിട്ട് അവരവരുടെ പല രീതിയിലുള്ള സേവനങ്ങൾ അവരവിടെ കാഴ്ചവെക്കുന്നു. മാത്രമല്ല സാലറി വേജസിന് പുറമെ സം ഓർഗനൈസേഷൻസ് ഓൾസോ പ്രൊവൈഡ് സം അതർ ബെനിഫിറ്റ്സ്. അത് മറ്റ് ബെനിഫിറ്റുകളും ഓരോ ഓർഗനൈസേഷനുകാർ പ്രൊവൈഡ് ചെയ്യുന്ന PF, പിന്നെന്താ പറയാ ബോണസുകളൊക്കെ ഓരോ എന്താ പറയാ ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ വരുമ്പോൾ ബോണസ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെ? അതൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് ആളുകൾക്ക്. പിന്നെ അവരുടെ കുട്ടികൾക്ക്, അവിടെ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കോളർഷിപ്സ് കൊടുക്കുക.
അല്ലെ? അത് എന്തെങ്കിലുമൊക്കെ അലവൻസുകൾ കൊടുക്കുക. അതുപോലെ തന്നെ സ്കൂളൊക്കെ ഓപ്പണിംഗ് സമയത്ത് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികൾ, അവിടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ബാഗ്സ്, കൊട അല്ലെങ്കിൽ റെയിൻകോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സൈക്കിളോ അക്കോർഡിംഗ് ടു ദ എന്താ പറയാ ഓർഗനൈസേഷന്റെ ആ ഒരു കാര്യങ്ങൾ അനുസരിച്ച്, ചുറ്റുപാടനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് ഒരു ബൂസ്റ്റിംഗ് ആണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്ന രീതിയിൽപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അവരെ ബൂസ്റ്റപ്പ് ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള മാനേജ്മെന്റ് എല്ലാം കൂടിയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് കയറി വന്നിരിക്കുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ദോ ദ പീപ്പിൾ, നമുക്കറിയാം വി ഹാവ് മച്ച് നോളജ്, വി ഹാവ് മച്ച് എനർജി. ആ ഓർഗനൈസേഷന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ അത്ര എന്തുണ്ട്, ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും അല്ലെങ്കിൽ ഓരോ മാൻ പവറിനും എന്തുണ്ട്, അവരുടേതായ എനർജി ഉണ്ട്, അവരുടെ നോളജ് ഉണ്ട്. അപ്പൊ നമ്മുടെ കഴിവും ഊർജവുമാണ് നമ്മൾ ഓർഗനൈസേഷൻസിന് വേണ്ടി കാഴ്ചവെക്കുന്നത്, അല്ലെ? എന്റെ കഴിവ് മാത്രം, എന്റെ ഊർജവും. ഞാനിപ്പോ ഇത്രയും സൗണ്ട് എടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളിലേക്ക് അത് എന്താ പറയാ, നിങ്ങളിലേക്ക് അത് ഇട്ടു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിലേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അത് കറക്റ്റ് ആയിട്ട് വന്ന് അങ്ങോട്ട് വീഴണം. എന്തെങ്കിലും വന്നിരുന്ന് പറഞ്ഞിട്ട് പോയാൽ പോരാ, അല്ലെ? അപ്പൊ ഇങ്ങനെ ഓരോ എക്സാമ്പിൾസ് സഹിതം പറയുന്നതിന്റെയും കൂടി ആവശ്യം തന്നെയാണ്. അപ്പൊ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്തിട്ട് നോ ഓർഗനൈസേഷൻ ക്യാൻ ഒബ്റ്റെയിൻ ഇറ്റ്സ് ഗോൾസ്. അതിന്റെ ഗോൾസ് നേടിയെടുക്കാൻ ഹ്യൂമൻ റിസോഴ്സിനെ മാറ്റിവെച്ചിട്ട് പറ്റില്ല. Therefore, management of human resource is better, or നമുക്ക് പറയാം അത് it is not to be avoided. ഒരു ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാണ്ട് പറ്റില്ല എന്നുള്ള കാര്യം. സോ ബൈ മാനേജിങ് ദീസ് ഹ്യൂമൻ റിസോഴ്സ്, ഈ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് ഓർഗനൈസേഷൻസിന് എന്താണ് ഉള്ളത്? നോട്ട് ഓൺലി ദ ഓർഗനൈസേഷൻ ബട്ട് ഓൾസോ ദ എംപ്ലോയി സെൽഫ് നീഡ്സ്. ഓർഗനൈസേഷന്റെ മാത്രം നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, പിന്നെ എന്തിനു കൂടി വേണ്ടിയിട്ടാണ്? നേരത്തെ പറഞ്ഞു, എംപ്ലോയീസിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, അതായത് തൊഴിലാളിയുടെ ആവശ്യകത നിറവേറ്റാൻ വേണ്ടി, അവന്റെ സാറ്റിസ്ഫാക്ഷൻ, അവന്റെയും കൂടി സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഓർഗനൈസേഷന്റെ ഗോൾസ് എന്റെയും കൂടി ഗോൾ തന്നെയാണ്. ഇവിടത്തെ ഇത് ഡെവലപ്ഡ് ആകണം, ഇതിന് നല്ല രീതിയിലുള്ള ഒരു ഇത് കിട്ടണം എന്നൊക്കെ ഞാനും ആഗ്രഹിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടേതായ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, അതും നിറവേറ്റാൻ പറ്റും. അപ്പൊ ബോത്ത് രണ്ട് ഉദ്ദേശമാണ് അപ്പോ ഇത്തരം ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കുക, സെൽഫ് നീഡ്സിനെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏതൊരാളും ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നതിന്റെ ഉദ്ദേശം. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഓർ ചലഞ്ചിങ് ജോബ് ഇൻ മാനേജിങ് പീപ്പിൾ. പക്ഷേ എന്നാൽ ടു മാനേജ് പീപ്പിൾ എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു ഹെവി ടാസ്ക് ആണ്, അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ടാസ്ക് ആണെന്ന് പറയാം. ഒരു വെല്ലുവിളി തന്നെയാണ്. ബിക്കോസ് എന്താണ് കാരണം? ഇത് വെല്ലുവിളിയാകാനുള്ള കാരണം എന്താണെന്ന് അറിയാം? ബിക്കോസ് ഓഫ് ദ ഡൈനമിക് നേച്ചർ ഓഫ് പീപ്പിൾ. എന്താണ് കാരണം? ബിക്കോസ് ഓഫ് ദ ഡൈനമിക് നേച്ചർ ഓഫ് പീപ്പിൾ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഓർ ചലഞ്ചിങ് ജോബ് ടു മാനേജ് പീപ്പിൾ. മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു വെല്ലുവിളിയേറിയ അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക് ആണ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ബിക്കോസ് ഓഫ് ദ ഡൈനമിക് നേച്ചർ ഓഫ് പീപ്പിൾ. മനുഷ്യന്മാരുടെ എന്ത് നേച്ചറാ? ഡൈനമിക്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡൈനമിക്? ഇതാണ് ഡൈനമിക്കിന്റെ അർത്ഥം, അറിയോ? ഡൈനാമിക് ചേഞ്ചിങ് തന്നെ, അത്രേ ഉള്ളൂ. ഡൈനാമിക് വാക്കാണെങ്കിലും കുറച്ച് കേൾക്കാൻ നല്ല സുഖമില്ലേ? ഡൈനാമിക് നേച്ചർ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്മാരുടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം. കാലത്തെ സ്വഭാവമായിരിക്കില്ല ചിലപ്പോൾ ഉച്ചയാവുമ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാവുക. സ്വഭാവം തന്നെ ഒരു ദിവസത്തില് ഓരോ മിനിറ്റിലോ അല്ലെങ്കിൽ മണിക്കൂറിലോ നമ്മുടെ സ്വഭാവത്തിൽ വേരിയേഷൻസ് വരും. എല്ലാവരുടെയും മൂഡ് സ്വിങ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മനുഷ്യന്മാര് രാവിലെ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എന്താ പറയാ ഒരു പ്രത്യേക മൂഡിൽ വന്നു, ഹാപ്പിയസ്റ്റ് മൂഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ചുറ്റുപാടും കുറച്ചു നേരമൊക്കെ ഹാപ്പി ആയിരിക്കും. ഏതെങ്കിലും പെട്ടെന്ന് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ ഒരു ഇൻസിഡന്റോ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൂഡ് മാറാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ ഡൈനമിക് ആണ് മനുഷ്യന്റെ നേച്ചർ എന്ന് പറയുന്നത്, നിമിഷം പ്രത്യേകം മാറിക്കൊണ്ടിരിക്കും. സോ ഈ പറയുന്ന ഡൈനമിക് നേച്ചറുള്ള മനുഷ്യന്മാരെ എന്താ പറയാ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതൊരു ചലഞ്ചിങ് ജോബ് ആണെന്നാണ് പറയുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ വീണ്ടും അവിടെ കയറി വന്നിട്ടുണ്ട്. അന്നേരം പറഞ്ഞു പോയി, നോ ടു പീപ്പിൾസ് ആർ അലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാൾക്കാരെ എടുത്ത് നമ്മൾ മുമ്പിൽ നിർത്തിക്കോ, ഫേഷ്യൽ എക്സ്പ്രഷൻസിലോ ട്വിൻസിനെ പോലും എടുത്ത് നിർത്തി കഴിഞ്ഞാൽ മുഖമൊക്കെ ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കും, പക്ഷെ എവിടെയെങ്കിലൊക്കെ വ്യത്യസ്തതകൾ കാണാൻ സാധിക്കും. അതാണ്. അപ്പൊ അങ്ങനെയുള്ള ട്വിൻസിനെ പോലും വ്യത്യസ്തതകൾ കാണുന്നുണ്ടെങ്കിൽ
അപ്പൊ അല്ലാത്ത ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു വർക്ക് പ്ലേസിൽ എവിടെ നിന്നൊക്കെയോ ഏതൊക്കെയോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഏതൊക്കെയോ സിറ്റുവേഷൻസിലൂടെ മനസ്സും ഇതൊക്കെ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ കൂടി വന്ന് ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇവരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്കൊക്കെ ഒത്തിരി ഡിഫറൻസസ് ഉണ്ടായിരിക്കും. സോ പീപ്പിൾ കനോട്ട് ബി ഓപ്പറേറ്റഡ്. നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദ പീപ്പിൾ കനോട്ട് ബി ഓപ്പറേറ്റഡ് ലൈക്ക് എ മെഷീൻ ഓർ എ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞേക്കണേ. ഒരു മെഷീൻ പോലെ അല്ലെങ്കിൽ ഒരു മുറിക്കകത്ത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു, ഒരു ടെംപ്ലേറ്റ്, മെക്കാനിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനത്തെ പ്രവർത്തിപ്പിക്കുന്ന പോലെ മനുഷ്യനെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. രാവിലെ തന്നെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു ഒരു ഹ്യൂമൻ ബീയിങ്, വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്തെയ്യുമ്പോൾ ഒരു കീ അങ്ങോട്ട് കൊടുക്കുന്നു. ഇനി കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ആ കീ തീരുന്നത് വരെ വൈകുന്നേരം വരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ മോർണിംഗ് 9:30 to വൈകുന്നേരം 5 o'clock വരെയാണ്. ആ കീ അവിടെ 5 o'clock ആകുമ്പോഴേക്കും തീരും. അപ്പോഴേക്കും അവളുടെ വർക്കൊക്കെ ചെയ്തു തരും. അങ്ങനെയാണോ? ഇല്ല, പറ്റില്ല. നമ്മളിപ്പോ ഒരു ഫാൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു, നമ്മൾ തന്നെ അത് ഹാൻഡ് കൊണ്ട് അത് ഓഫ് ആക്കുമ്പോഴാണ് അത് ഓഫായി പോകുന്നുള്ളൂ. അതിൽ നിന്ന് നമുക്ക് കാറ്റ് കിട്ടാതെ ആകുന്നുള്ളൂ. ലൈറ്റ് അതുപോലെ വെളിച്ചം വരുന്നുണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്ത് നമ്മളാണ് സ്വിച്ച് ഓൺ ചെയ്തത്. നമ്മൾ എപ്പോഴാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നത് അപ്പോഴാണ് ലൈറ്റ് ഇല്ലാതാകുക. അതുപോലെ അത്തരം ഇൻസ്ട്രുമെന്റുകളെ പോലെ മെഷീൻസിനെ പോലെ മനുഷ്യന്മാരെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? കാലത്ത് ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ രാവിലെ തന്നെ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി മൂഡിലേക്ക് വന്നു, ഹാപ്പിയസ്റ്റ് മൂഡിലൊക്കെ ജോലി ചെയ്തു. ഉച്ചയായപ്പോഴേക്കും ഭയങ്കര എന്തെങ്കിലും പ്രശ്നങ്ങൾ, പെട്ടെന്ന് വീട്ടിൽ നിന്നൊക്കെ ഒരു ഫോൺ കോളൊക്കെ വന്നപ്പോ ഡള്ളായി. അപ്പൊ വീണ്ടും ആ ഒരു ഹാപ്പി മൂഡിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും സ്വിച്ച് ഓഫ് പിടിച്ച് വെക്കാൻ മതിയോ മനുഷ്യന്മാരെ? പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താ പറയാ മെഷീൻസ് പോലെ നമുക്ക് പീപ്പിൾസിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു റൂമിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് മീൻസ് എന്തെങ്കിലും ഒരു എന്താ പറയാ മെഷീനറി, പാരമാരിയോ അങ്ങനെയൊക്കെ അതൊക്കെ പോലെ ഒരു ലേ ഔട്ട് ഒക്കെ പോലെ നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ടു മാനേജ് പീപ്പിൾ ടാക്റ്റ്ഫുൾ ആയിട്ട്, ടാക്റ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ നല്ല രീതിയിൽ അതിന്റെ ഒരു ഇണക്കത്തില് ടാക്റ്റ്ഫുൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ത് മനുഷ്യന്മാരെ അല്ലെങ്കിൽ തൊഴിലാളികളെ. പേഴ്സണൽ, ആ പേഴ്സണലിന് ചില അർത്ഥവ്യത്യാസമുണ്ട്. PERSONAL എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ബൈ മാനേജ്മെന്റ് പേഴ്സണൽ PERSONNEL വിച്ച് ഈസ് പ്രൊനൗൺസ്ഡ് ബോത്ത് സെയിം ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്കിലും പക്ഷേ എന്തുണ്ട് ഡിഫറൻസ് ഇൻ ദയർ മീനിങ്. പേഴ്സണൽ മീൻസ് അക്കോർഡിംഗ് ടു എ പേഴ്സൺ, അതായത് വ്യക്തിപരമായത്. പേഴ്സണൽ മീൻസ് തൊഴിൽ ആയിട്ട് സംബന്ധമായിട്ടുള്ളതാണ് കേട്ടോ, തൊഴിലാളി എന്നൊക്കെ പറയാം. അപ്പൊ മാൻ പവർ മാനേജ്മെന്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഒരു ഓർഗനൈസേഷനിലെ ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് ആണ് മാൻ പവർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജിങ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു കാര്യം പറയേണ്ട അവിടെ. ഇറ്റ് ഈസ് ദ ഹാർട്ട് ആൻഡ് എസെൻസ് ഓഫ് ബീങ് എ മാനേജർ. ഒരു മാനേജറിന്റെ ഹാർട്ടും എസെൻസും പോലെയാണെന്ന് അല്ലെ മാനേജർ. അങ്ങനെയാണ് ഒരു നല്ല മാനേജർ ആകാൻ പോകുക. എങ്ങനെ ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെ മാനേജ് ചെയ്തു, ആ രീതിയിലാണ് ഹാർട്ട് ആൻഡ് എസെൻസ് ഓഫ് ബീങ് എ മാനേജർ എന്ന് പറയാം. അതായത് നല്ല ഹൃദയ സംബന്ധമായത് അല്ലെങ്കിൽ എന്താ പറയാ ഹാർട്ട്ലി വളരെ നല്ല രീതിയിൽ അതുപോലെ നല്ലൊരു എസെൻസ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം ഓരോ മാനേജറും അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഇനി ഇത്തരം ആക്ടിവിറ്റീസ് എന്താ പറയാ ഹ്യൂമൻ എലമെന്റ്സ്, അതായത് ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള പല ഘടകങ്ങളും ഒരു ഓർഗനൈസേഷൻസിൽ ഉണ്ടാകും. ഇതുമായിട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ മനുഷ്യന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ അവരെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ഓർഗനൈസേഷനിലെ മറ്റ് ആക്ടിവിറ്റീസുമായിട്ട് അല്ലെങ്കിൽ മറ്റ് എലമെന്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തത് തന്നെയാണ്. പക്ഷെ if we are not taking the human element into consideration, a business cannot attain its success എന്നുള്ള കാര്യം ഓർക്കുക. അതാണ് സെന്റൻസ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. Unless the human, ഒരു നെഗറ്റീവ് ഇത് സെന്റൻസ് ആണ്, നെഗറ്റീവ് ആണ്. Unless the human element is taken into consideration, a business cannot succeed. ഹ്യൂമൻ റിസോഴ്സസിനെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്തില്ലെങ്കിൽ, പരിഗണിച്ചില്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഒരിക്കലും അതിന്റെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒറ്റ പേജ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒറ്റ പേജ്, അത് ഒരു തുടക്കം തന്നെ ആയതുകൊണ്ട് ഞാൻ അത്ര അധികം എടുക്കുന്നില്ല. ഒറ്റ പേജ് എടുക്കുന്നുള്ളൂ, ഇനി അധികം എടുക്കുന്നുമില്ല. ഇതിനകത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റിയതുണ്ട്, ഒരുപാട് സെന്റൻസുകൾ ഉണ്ട്. എത്രയും പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. പ്രധാനമായിട്ട് എത്ര റിസോഴ്സസ് ഉണ്ടെന്നാ പറഞ്ഞ ഒരു ഓർഗനൈസേഷനിൽ? ഹൗ മെനി റിസോഴ്സസ് ആർ ദർ? 4. അത് ഏതൊക്കെയാണ് 4 റിസോഴ്സസ്? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ ആണ് അല്ലെ. ഈ മണി, മെറ്റീരിയൽ, മെഷീനറിനെ ഒരു പ്രത്യേക വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. വിച്ച് ഈസ് ദാറ്റ്
എന്താണത്? ഫിക്സഡ് അസറ്റ്സ് ആണ്. അതൊക്കെ ഫിക്സ് അസറ്റ് ആണ്. അസറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുത്തുന്നു. മെൻ എന്ന് പറയുന്നതിനകത്താണ് നമ്മൾ എന്ത് പറയാ, ഹ്യൂമൻ റിസോഴ്സ്. ആ 4 റിസോഴ്സസിനകത്ത് ഒരു റിസോഴ്സസ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പുകെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ആരാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള്, എങ്ങനെ അവരെ മാനേജ് ചെയ്യും, അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങുകളിലൂടെ, മോട്ടിവേഷൻസിലൂടെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ പഠനശാഖ തന്നെയാണ് കേട്ടോ. ഒരു പൊസിഷൻ, ഓരോ ഒരു പൊസിഷൻ ഉണ്ട് അവിടെ ജോലിക്ക് വേണ്ടിയിട്ട്. നമുക്ക് വേണമെങ്കിൽ ചില മിക്ക ഓർഗനൈസേഷനിൽ HR-നെ കാണൂ എന്നൊക്കെ നമുക്ക് കേൾക്കാം എവിടെയെങ്കിലൊക്കെ, എന്താ പറയാ, ചില ജോലി സ്ഥലത്ത് പോകുമ്പോ. കാരണം അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെയൊക്കെ മാനേജ് ചെയ്യുന്നത് അവരായിരിക്കാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കൂടി ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ പഠിക്കാനുണ്ട്. കുറച്ച് ഭാഗം എടുത്തുള്ളൂ, കുറച്ചൊക്കെ നമ്മളുടെ പവർ ഓഫ് ഏരിയർ കൊണ്ട് നമുക്ക് കുറച്ച് 5-8 മിനിറ്റ് ഒക്കെ പോയി. പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ 5 മിനിറ്റ് പോയി. അങ്ങനെ കുറച്ച് മിനിറ്റുകൾ ഒത്തിരി പോയിട്ടുണ്ടെന്ന്. സോ ദാറ്റ് നമ്മൾ ഇന്ന് കുറച്ച് ടോപ്പിക്കിന്റെ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. മനസ്സിലായോ ഇത്രയും പറഞ്ഞ കാര്യങ്ങള്? മനസ്സിലായോ? സംശയമില്ലല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? പറ. തുഷാരാജിനു ഇല്ല. അപ്പൊ നിങ്ങള് ഈ ടോപ്പിക്കിന്റെ എന്തായാലും ഇന്ന് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഇന്ന് പറഞ്ഞ് അല്ല, ക്ലാസ് തുടങ്ങിയപ്പോഴാണല്ലോ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഏത് ഈ ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ അത് ഉണ്ടായിരുന്നോ? പ്രിന്റഡ് നോട്ട് എല്ലാം ഒരുമിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാ? അല്ല, ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ. ബുദ്ധിപൂർവ്വം മനുഷ്യന്മാർ തിങ്ക് ചെയ്തു. അതായത് നമുക്ക് എന്താ പറയാ, ഇനി അടുത്തത് എടുക്കാനുള്ള ആദ്യത്തെ ചാപ്റ്റർ അതാണെന്ന് ആ സിലബസിൽ നിന്ന് കിട്ടിയത് കൊണ്ടായിരിക്കും ജാസ്മിൻ അത് എടുത്ത് വെച്ചിട്ട്. അപ്പൊ ബാക്കിയുള്ളവരും അതിന്റെ പ്രിന്റ് ഔട്ട്സ് എടുത്തിട്ട് കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ആ ഒരു ഒറ്റ പേജിലാണെങ്കിലും ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് കേട്ടോ. അതിനകത്ത് ഒത്തിരി ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതനുസരിച്ച് നിങ്ങൾ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് ഇന്ന് എപ്പോഴാണെന്ന് അറിയാമോ? ഇപ്പൊ തന്നെ അടുത്ത ക്ലാസ് ഇല്ലേ? അല്ല കേട്ടാ, ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പൊ അത് ആരും ലീവ് ചെയ്യരുത്. ഓക്കെ ഓക്കെ ടീച്ചർ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓക്കെ, ബൈ.